ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ടെസ്റ്റുകളൊക്കെയാണ് നടക്കുന്നത്. ശ്യാമയാണ് എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ്. ആത്മഹത്യക്കുറിപ്പൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആ കുറിപ്പ് എഴുതി ഒരിടത്ത് ഒരു ബുദ്ധൻ പ്രതിമയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് ശ്യാമ ആത്മഹത്യയ്ക്ക് വേണ്ടി പുറത്ത് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ടൈമിനകത്താണ് കറക്റ്റ് രാമേട്ടൻ ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ടൈമാണ്. അപ്പോഴേക്കും രാമേട്ടനെ കണ്ടുകൊണ്ട് ശ്യാമ എന്നാൽ ഒളിച്ച് മാറി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശ്യാമ വേഗം അങ്ങ് പോയ ടൈമിൽ കാല് തട്ടി ശ്യാമ വീഴുന്നു. തലയടിച്ചാണ് വീഴുന്നത്. അപ്പോൾ ശ്യാമയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അപ്പോഴേക്കും രാമേട്ടൻ എല്ലാവരും വിളിച്ച് ഉണർത്തി എല്ലാവരും വന്നു. ശ്യാമയുടെ ആത്മഹത്യയൊന്നും നടന്നില്ല, ശ്യാമ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ കുറിപ്പ്, ആത്മഹത്യക്കുറിപ്പ് അവിടെ ബാക്കിയായി നിൽക്കുകയാണ്. എന്തായാലും ശ്യാമ എല്ലാവരും ഉണർന്ന് ശ്യാമയെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ശ്യാമ റെഡിയായി വന്നിട്ട് ആദ്യം നോക്കുന്ന ഈ ആത്മഹത്യക്കുറിപ്പാണ്. നോക്കുമ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പ് കാണുന്നില്ല. അതിനകത്താണ് ശ്യാമയുടെയും ശാലിനിയുടെയും എല്ലാവരുടെയും ജീവിതം വെച്ചുള്ള ആ ഒരു ലെറ്റർ ഇരിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കഥയുടെ തന്നെ രൂപം മൊത്തത്തിൽ മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ആ കുറിപ്പ് നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ആ കുറിപ്പ് എവിടെയെന്നുള്ളതാണ് ശ്യാമയുടെ ടെൻഷൻ. അങ്ങനെ ശ്യാമ ടെൻഷൻ അടിച്ചതൊന്നും നോക്കിയിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. അതിപ്പോൾ ആരുടെ കൈ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഇത്ര ടൈമും കൊണ്ട് അത് വേറെ ആരും വന്ന് എടുക്കാനും സാധ്യതയില്ല. ആ വീട്ടിലുള്ള ആരുടെയെങ്കിലും കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കുറിപ്പ് ആരുടെ കിട്ടിയെന്നുള്ളതാണ് ശ്യാമയുടെ ടെൻഷൻ. നമ്മളും അത് എന്താണെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് വമ്പൻ ടിസ്റ്റുമായിട്ട് വരുന്നത്. കുറിപ്പ് നമ്മുടെ മറ്റാരുടെയും കയ്യിലല്ല കിട്ടിയിരിക്കുന്നത്. ആരുടെയിൽ കിട്ടരുതോ ആ ഏറ്റവും ഭയാനകമായി അത് കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു വ്യക്തിയിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ കുറിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ രോഹിത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. രോഹിത് ഇത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് അന്നപ്പോഴൊന്നും കാണിക്കുന്നില്ല. പിറ്റേ ദിവസമാണ് രോഹിത്ത് പിന്നെ മൊത്തത്തിൽ രോഹിത്ത് തന്നെ മാറിയിരിക്കുകയാണ്. കാരണം രോഹിത്തിൻ്റെ കുഞ്ഞല്ല, രോഹിത്തിൻ്റെ ഭാര്യ രോഹിത്തിനെ പറ്റിച്ചിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് രോഹിത്തിനെ പറ്റിച്ചിരിക്കുന്നു എന്നുള്ള ആ രഹസ്യം മൊത്തം രോഹിത് അറിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട. രോഹിത്തിൻ്റെ മാനസിക നില തന്നെ വേറെ രീതിയായിരിക്കും. അപ്പം രോഹിത്ത് ഒരുപാട് ദേഷ്യങ്ങളെല്ലാം ഉള്ളിലമർത്തി ആ ഒരു രീതിയിലാണ് ഈ രോഹിത്തിൻ്റെ ക്യാരക്ടർ മാറുന്നത്. അങ്ങനെ രോഹിത്ത് കുഞ്ഞിനോടാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ പപ്പി പറയുന്നു അച്ഛൻ എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ പറയുമ്പോഴേക്കും സ്വന്തം മോളല്ല എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകുന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് രോഹിത്ത് പറയുന്നത്. ഇന്നേ വരെ രോഹിത്തിനെ കാണാത്ത രീതിയിൽ കാണുമ്പോഴേക്കും മോളാണെങ്കിലും ഒരുപാട് പേടിക്കുന്നുണ്ട്. പിന്നെയാണ് വിഷ്ണുവിനോടാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. വിഷ്ണു ആണെങ്കിലും ഈ കുഞ്ഞിനോട് രോഹിത്ത് ഇങ്ങനെ പറയുമ്പോഴേക്കും എന്താ ഇങ്ങനെ പറയുന്നത് ബ്രോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും പറയും അത്രയ്ക്ക് ഇതാണെങ്കിൽ വിഷ്ണു കൊണ്ടുവിടെന്ന് പറയാം. അപ്പോൾ ഇന്നേ വരെ വിഷ്ണു എന്ന് വിളിക്കാത്ത ആൾ വിഷ്ണു ബ്രോ എന്ന് വിളിച്ചിരുന്നിരുന്ന ആൾ വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ അത് കേട്ട് വിഷ്ണു മൊത്തത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ്. രോഹിത്തിന് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി. ആ ഒരു ടൈമിൽ ശ്യാമ വന്നിട്ട് രോഹിത്തിന് ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ രോഹിത്ത് വേറൊരാളായിട്ട് തന്നെ മാറിയിരിക്കുക. രോഹിത്തിൻ്റെ രൂപം തന്നെ നമുക്ക് മനസ്സിലാകാം. കണ്ണൊക്കെ ചുമന്ന് വേറൊരു രൂപത്തിലാണ് രോഹിത്ത് നിൽക്കുന്നത്. പിന്നീട് ശ്യാമ ഈ സത്യങ്ങളെല്ലാം ശാലിനിയോട് പറയുകയാണ്. ഞാനിങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇത്രയും നാളും കൊണ്ട് നടന്ന ആ ഒരു ലൈഫേ ഇല്ലാത്ത ഇത്രയും നാൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചു അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ശ്യാമ എല്ലാം കളഞ്ഞിരിക്കുകയാണ്. അതോർത്ത് ശാലിനി ഭയങ്കര വിഷമത്തിലാണ്. ഇനിയിപ്പോൾ ആ കത്ത് ആരുടെ കിട്ടിക്കാണും, എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ടെൻഷനിലാണ് ശ്യാമയും ശാലിനി എല്ലാവരും. അപ്പോൾ ശ്യാമ പറയാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയല്ലേ കുഞ്ഞേച്ചി ഇത്രയും കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾക്ക് ഒരു ലൈഫ് വേണ്ടെന്ന് ഓർത്ത് ഞാൻ ചെയ്തതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാമയോട് മറുപടി പറയാൻ ശാലിനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ശ്യാമ അതുപോലെ വിഷമിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ രോഹിത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സുസ്മിതയായിട്ട് കൂട്ടുകൂടുകയാണ്. സുസ്മിതയ്ക്ക് ഈ രഹസ്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് സുസ്മിതയോട് അടുത്തോട്ട് തന്നെ പോവുകയാണ്. സുസ്മിത അടുത്ത് ചെന്നിട്ട് സുസ്മിതയായിട്ട് പറയാണ് നിനക്കറിയാവുന്ന രഹസ്യങ്ങളൊക്കെ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് സുസ്മിത പറഞ്ഞു നീ എന്തായാലും എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയാം, ഇച്ചിരി വൈകിപ്പോയെങ്കിലും എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ തന്നെയാണ് സുസ്മിത ഇതിനെല്ലാം മറുപടി കൊടുക്കുന്നത്. അത് ശ്യാമയുടെ മോളല്ല, ശാലിനിയുടെ മോളാണ്, ശ്യാമയ്ക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിന്നെ ശ്യാമ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അതിനേക്കാളും വലിയ ടിസ്റ്റായിട്ട് സത്യഭാമ ആണ് നിൻ്റെ അമ്മയെ കൊന്നത്, വണ്ടി ഇടിപ്പിച്ചാണ് കൊന്നത്, അങ്ങനെയുള്ള കാര്യം കൂടെ പറഞ്ഞ് ശ്യാമയോടും സത്യാമ്മയോടും രോഹിത്തിന് കലിപ്പ് കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സത്യാമ്മയെ ശ്യാമയെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.